IPL സീസണുകളിൽ ഡോട്ട് ബോൾസ് ഉണ്ടാകുമ്പോൾ അവിടെ കുഞ്ഞൊരു മരത്തിന്റെ സൈൻ, ഡോട്ട് ബോളിന് പകരം ആ മരത്തിന്റെ സൈനാണ് നമ്മൾ കാണുന്നത്. ഓരോ ഡോട്ട് ബോളിനും ഇന്ത്യയിൽ ഒട്ടാകെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ മരങ്ങള് എവിടെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇവര് തരുന്നില്ല എന്നുള്ള കാര്യം. ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റോ ഒരു നമ്പറോ ഈവൻ ഒരു മെയിൽ ഐഡിയോ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് വെച്ച് പിടിപ്പിച്ചതിന്റെ രേഖകളും ഒരിടത്തും കാണുന്നില്ല. ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ പോലും ഇവരിത് പുറത്തു വിടുന്നില്ല. മൊത്തത്തിൽ കേരള, കർണാടക, ബീഹാർ, തമിഴ്നാട്, ആസാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഏത് ജില്ലകളിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല. 2023 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്ലേ ഓഫിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഡോട്ട് ബോൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോട്ട് ബോളിന് 500 മരങ്ങള് ഇന്ത്യയിൽ ഒട്ടാകെ വെക്കുക എന്നുള്ളതായിരുന്നു. 2025 മൊത്തം കളിയിലും ഓരോ ഡോട്ട് ബോളിന് 18 മരങ്ങൾ വീതം വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. 2024 അവർ വിട്ട ഒരു പോസ്റ്റ് മാത്രമാണ് അവർക്ക് ക്ലെയിം ചെയ്യാനുള്ളത്. 4 ലക്ഷം മരങ്ങൾ വെച്ചു എന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റ്. അത് എവിടെ വെച്ചു എന്ന് അവര് പുറത്തു വിട്ടിട്ടില്ല. BCC പറയുന്നത് ആദ്യത്തെ വർഷം അവര് 3 കോടിയോളം രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയെന്നാണ്. ഒരു ട്രീ കുഴിച്ചു വെക്കാനുള്ള ഒരു മിനിമം തുക എടുത്താൽ ഇതിന് വെള്ളം വേണം, ടേക്ക് കെയർ ചെയ്യണം, അത് അടിച്ചുറപ്പുള്ള ഒരു സ്ഥലത്തായിരിക്കണം, അതിന് പണിക്കാർ വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 500 രൂപ ഒരു ട്രീക്ക് കൊടുത്താൽ പോലും ഈ പറയുന്ന തുകയിൽ 4 ലക്ഷം മരങ്ങൾ വളർന്നു വരികയില്ല. ഏകദേശം 20 കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരും. വ്യക്തമായ ഒരു സ്ഥലവും കാലവും കണക്കുകളും ഇല്ലാതെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് BCC എടുത്തപ്പോ അത് എന്തിനു വേണ്ടിയാണ്? ടാറ്റയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് ഇതിനകത്ത് സത്യം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇതിന് പിന്നിൽ അവരുടെ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ മാത്രമാണുള്ളത്. ഇതിന് പറയുന്ന പേരാണ് ഗ്രീൻ വാഷിംഗ്. ഓരോ IPL മാച്ചിനും ട്രാവൽ, ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് ഏകദേശം 10,000 ടണ്ണോളം കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 10,000 ട്രീ എങ്കിലും ഓരോ മാച്ചിനും വീതം വെച്ചാലേ ഈ പറയുന്ന ഇനിഷ്യേറ്റീവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗ്രീൻ വാഷിംഗ് തന്നെയാണ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടി അത് പാരിസ്ഥിതിക ദോഷങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നതല്ല, അതുപോലെ തന്നെ അത് പരിസ്ഥിതിക്ക് ഗുണകരമാകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം. നാച്ചുറൽ, ഗ്രീൻ, എക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ പാക്കറ്റിന്റെ പുറത്ത് കൊടുക്കുന്നതും ഈ ഗ്രീൻ വാഷിംഗിന്റെ ഭാഗമാണ്. വീണ്ടും ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെറിയൊരു കാര്യം കാണിച്ചിട്ട് ബാക്കിയുള്ള ചീത്തവശങ്ങളൊക്കെ മുക്കി താഴ്ത്തുന്ന സംഭവം ഈ ഗ്രീൻ വാഷിംഗിൽ പെടുന്നത് തന്നെയാണ്. ഏകദേശം ഈ രീതിയാണ് BCCI ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുണ്ടാക്കുന്ന പൊല്യൂഷന് തിരിച്ച് പ്രകൃതിക്ക് അവർ ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മരം വെക്കൽ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തിരിക്കുന്നത്.